ഷീ അക്യൂസ്ഡ് മീ ഡാഷ് ടോക്കിംഗ് ലൗഡ്ലി. ഷീ അക്യൂസ്ഡ് മീ, അവൾ എന്നെ കുറ്റപ്പെടുത്തി. ഷീ അക്യൂസ്ഡ് മീ, അവൾ എന്നെ കുറ്റപ്പെടുത്തി. എന്താണ് കുറ്റം? ടോക്കിംഗ് ലൗഡ്ലി, ഞാൻ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്, നിങ്ങൾ ഉച്ചത്തിലാണ് സംസാരിക്കണത് എന്ന് അവൾ എന്നെ കുറ്റപ്പെടുത്തി. ചോദ്യം നമുക്ക് പ്രപ്പോസിഷൻ. അക്യൂസ്ഡിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ, അക്യൂസ്ഡ് എന്ന വാക്കിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ഓഫ് ആണ്. അക്യൂസ്ഡ് ഓഫ് എന്നാണ് പറയുക. ഉത്തരം ഷീ അക്യൂസ്ഡ് മീ ഓഫ് ടോക്കിംഗ് ലൗഡ്ലി. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 5 years. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ, ഞങ്ങളിവിടെ താമസിക്കുകയാണ് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട്. ഞങ്ങളിവിടെ താമസിക്കുകയാണ് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട്. സിൻസോ ഫോറോ വേണ്ട. സിൻസും ഫോറും തമ്മിലുള്ള വ്യത്യാസം, സിൻസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ടൈമാണ്, ഒരു പ്രത്യേക സമയം മുതൽക്ക് എന്നർത്ഥം. സിൻസ് ഒരു പ്രത്യേക സമയം മുതൽക്ക്, പോയിന്റ് ഓഫ് ടൈം. ഉദാഹരണമായിട്ട് സിൻസ് മൺഡേ, തിങ്കളാഴ്ച മുതൽക്ക്. സിൻസ് 2023 മുതൽക്ക്. സിൻസ് ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച മുതൽക്ക്. ഇപ്പോൾ സിൻസ് പറഞ്ഞാൽ മുതൽക്ക് എന്നർത്ഥം, ഒരു നിശ്ചിത സമയം മുതൽക്ക്. ഫോർ ആണെങ്കിലോ പീരീഡ് ഓഫ് ടൈം, കാലയളവാണ്, കാലയളവ്. ഒരു 4 മണിക്കൂറായിട്ട്, 6 മാസങ്ങളായിട്ട്, 5 ആഴ്ചകളായിട്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ കാലയളവ് വരുമ്പോഴാണ് ഫോർ. അപ്പോൾ ഇവിടെ 5 years കാലയളവാണ്. അപ്പോൾ എന്താ വരിക? കാലയളവിനെ സൂചിപ്പിക്കുന്ന ഫോറാണ്. ഉത്തരം ഫോറാണ്. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 5 years. ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ. ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ, അതൊരു ഐകകണ്ഠേനയുള്ള ഒരു തീരുമാനമായിരുന്നു. അതൊരു എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമായിരുന്നു. ആർട്ടിക്കിൾ ഉപയോഗിക്കണം. എ ആൻഡ് ദി. ഇതിൽ ഏത് ആർട്ടിക്കിളാണ് വേണ്ടത്? എ ആൻഡ്, രണ്ടിൻ്റെ അർത്ഥം ഒരു എന്നർത്ഥം. എയും ആനും ഒരു. എപ്പോഴാണ് ഉപയോഗിക്കുക? നമ്മൾ ഈ വാക്കിന് ശേഷം, ഡാഷിന് ശേഷം വരുന്ന ഈ വാക്കിൻ്റെ ആദ്യത്തക്ഷരം AEIOU, അതായത് വവ്വലാണെങ്കിൽ, ഡാഷിന് ശേഷം വരുന്ന വാക്കിൻ്റെ ആദ്യത്തക്ഷരം വവ്വലാണെങ്കിൽ, AEIOU ആണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ആനാണ് എഴുതുക. പക്ഷെ ചില പ്രത്യേക വാക്കുകളിൽ ആനല്ല ഉപയോഗിക്കുക. ഇവിടെ യു ആണ് വരുന്നത്, വവ്വൽ തന്നെയാണ് വരുന്നത്. പക്ഷേ അപ്പോൾ നമുക്ക് ചില സ്പെഷ്യൽ കേസ് ഉണ്ട്. ഇപ്പോൾ യുനാനിമസ് എന്നൊരു വാക്ക്, അതിൻ്റെ മുമ്പിൽ ഇവിടെ യു ആണെങ്കിലും നമുക്ക് ആനല്ല എഴുതുക, എ ആണ് എഴുതുക. അപ്പോൾ ഇവിടെ ഇറ്റ് വാസ് എ യുനാനിമസ് ഡിസിഷൻ. ഡു യു മൈൻഡ് ഡാഷ് ദ ആൻസേഴ്സ്. ഡു യു മൈൻഡ് ഡാഷ് ദ ആൻസേഴ്സ്, ഉത്തരങ്ങൾ എഴുതുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ, ഉത്തരങ്ങൾ എഴുതുന്നതിൽ വിരോധമില്ലല്ലോ എന്നാണ് അർത്ഥം. റൈറ്റിംഗ്, ടു റൈറ്റ്, റൈറ്റ്, റോട്ട്. ഇതിൽ ഈ ഡു യു മൈൻഡും വുഡ് യു മൈൻഡും കഴിഞ്ഞാൽ, ഡു യു മൈൻഡും വുഡ് യു മൈൻഡും കഴിഞ്ഞാൽ എപ്പോഴും വെർബ് പ്ലസ് ING ആണ്. ഡു യു മൈൻഡും വുഡ് യു മൈൻഡും കഴിഞ്ഞാൽ എപ്പോഴും വെർബ് പ്ലസ് ING ആണ്. അപ്പോൾ ഡു യു മൈൻഡ് റൈറ്റിംഗ് ദ ആൻസേഴ്സ്, ഉത്തരങ്ങൾ എഴുതുന്നതിൽ വിരോധമില്ലല്ലോ.